ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ന്യൂ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2021 ബിസിനസ് റെഗുലേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ഇതിൽ പറയുകയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു ചാനലിൽ പോയിട്ട് അതിൻ്റെ പ്ലേലിസ്റ്റ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക. ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ബിസിനസ് റെഗുലേഷനിൽ ഇനി പെൻഡിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഇത് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം അതിൽ അപ്ലോഡഡ് ആണ്. 2020 മുതൽ 21 ഇതാണ്, 22, 23 ഇതെല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ കോർപ്പറേറ്റ് അക്കൗണ്ടിങ് അത് കംപ്ലീറ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റും ഫുള്ളായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 3 ഇപ്പോൾ കംപ്ലീറ്റ് ആവുന്നത്. ബാക്കി 2 സബ്ജക്റ്റുകൾ BNMഉം അതേപോലെ തന്നെ PBSൻ്റെയും വൈകാതെ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഇനി കൂടുതലായിട്ട് ലേറ്റസ്റ്റ് വീഡിയോസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാതെ ഓൾറെഡി നമ്മളിത് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾ ആ പ്ലേലിസ്റ്റ് പോയി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ തേർഡ് സെം BBAയുടെ ഈ 3 സബ്ജക്റ്റിനെയും ഫുള്ളായിട്ടുള്ള ക്ലാസ്സും അതേപോലെ തന്നെ നിങ്ങൾക്ക് ബിസിനസ് റെഗുലേഷൻ ഫുള്ളായിട്ടില്ല ക്ലാസ്സുകൾ, പക്ഷേ എന്നാലും ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് ലൂസിഡ് ഇൻ്റർവെൽ. ലൂസിഡ് ഇൻ്റർവെൽ എന്ന് പറയുമ്പം ഇപ്പോൾ ഒരു ഇൻസെയിൻ ആയ ആൾ അല്ലെങ്കിൽ ഡ്രങ്കാർഡ് ആയിട്ടൊരു വ്യക്തിയൊക്കെയാണെന്ന് വെച്ചാൽ അവർക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബോധം വന്നും പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് അല്ലേ. അപ്പോൾ ആ ഒരു ബോധത്തിലിരിക്കുന്ന ഒരു അവസ്ഥയിൽ അയാൾക്ക് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാമെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ആ ഇടവേളയിൽ തന്നെയാണ് ലൂസിഡ് ഇൻ്റർവെൽ എന്ന് പറയുന്നത്. പിന്നെ എക്സംപ്ലറി ഡാമേജസ് എന്താണെന്നുള്ളത് സെക്കൻഡ് ക്വസ്റ്റ്യൻ. വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടി. കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടിയിൽ എത്ര ടൈപ്സ് ഉണ്ടോ എന്നുള്ളത്. ആൻഡ് നാലാമത്തെ ക്വസ്റ്റ്യനിൽ CCIനെ കുറിച്ച് നാലാമത്തെ ക്വസ്റ്റ്യനിൽ CCIനെ കുറിച്ച് ഒരു ഷോർട്ട് നോട്ട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ലിസ്റ്റ് ഔട്ട് എനി 2 ഡിഫറൻസസ് ബിറ്റ്വീൻ കൊയേഴ്ഷൻ ആൻഡ് അൺഡ്യൂ ഇൻഫ്ലുവൻസ്. ആ ബോക്സിലുള്ളത് എല്ലാ പോയിന്റുകളും പഠിക്കുക കേട്ടോ. അൺഡ്യൂ ഇൻഫ്ലുവൻസും കൊയേഴ്സും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, ഏതെങ്കിലും 2 ഡിഫറൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ആറാമത്തെ ക്വസ്റ്റ്യനിൽ ഹൂ ഈസ് എ സബ് ഏജൻറ്റ്, ആരെയാണ് സബ് ഏജൻറ്റ് എന്ന് പറയുന്നത്. ഏഴാമത്തെ ക്വസ്റ്റ്യനിൽ വാട്ട് ഡസ് കൺസെൻസസ് ആഡ് ഇടം, അതായത് അതിൻ്റെ മീനിങ് എന്താണെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. കൺസെൻസസ് ആഡ് ഇടം എന്ന് പറയുന്നത് ഐഡൻറ്റിറ്റി ഓഫ് മൈൻഡ്സ്. നമ്മൾ പറയുന്നത് എന്ത് ഉദ്ദേശത്തോടെയാണോ അതേ ഉദ്ദേശത്തോടു കൂടി കേൾക്കുന്ന ആൾ ഉൾക്കൊള്ളുകയാണെങ്കിൽ അതിനെയാണ് കൺസെൻസസ് എന്ന് പറയുന്നത്. എട്ടാമത്തെ ക്വസ്റ്റ്യനിൽ വാട്ട് ഈസ് ഏജൻസി ബൈ എസ്റ്റോപ്പൽ, അപ്പോൾ കോൺട്രാക്ട് ഓഫ് ഏജൻസിയിലാണ് പറയുന്നത്. ഒൻപതാമത്തേൽ ലിസ്റ്റ് ഔട്ട് എനി 4 എസെൻഷ്യൽസ് ഓഫ് എ വാലിഡ് ലീൻ. ലീൻ എന്താണെന്നുള്ളതും ആ ഒരു ലീൻ വാലിഡ് ആവണമെങ്കിൽ അതിന് വേണ്ട 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. പത്താമത്തെ ക്വസ്റ്റ്യനിൽ വാട്ട് ഈസ് സുവോ മോട്ടോ ഡിസ്ക്ലോഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ 11ാമത്തെ ക്വസ്റ്റ്യനിൽ ഡിഫൈൻ കോൺട്രാക്റ്റ്. 12ാമത്തേൽ ഹു ഈസ് എ മൈനർ. 13ാമത്തെ ക്വസ്റ്റ്യൻ വാട്ട് ഈസ് മെൻറ്റ് ബൈ ഗുഡ്സ് അണ്ടർ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് 1930. ഈ ആക്ട് പ്രകാരം ഗുഡ്സിനെ എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് കൺസ്യൂമർ ഡിസ്പ്യൂട്ട്, എന്താണ് കൺസ്യൂമർ ഡിസ്പ്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഡസ് വോയിഡ് അബ് ഇനീഷ്യോ ഫ്രം ദ ബിഗിനിങ് എന്നുള്ള വേർഡ് മീനിങ് ആണ് പറയുന്നത്. അതായത് ചില കോൺട്രാക്റ്റുകൾ തുടങ്ങുമ്പോൾ തന്നെ അത് വോയിഡ് ആണ് എന്നുള്ളതാണ് പറയുക. അതിൻ്റെ ഒബ്ജക്റ്റ് ഒക്കെ അൺലോഫുൾ ആവുമ്പോഴൊക്കെ അങ്ങനെ തന്നെയാണ് വരുന്നത്. വോയിഡ് അബ് ഇനീഷ്യോ എന്താണെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഫസ്റ്റ് പോർഷനിൽ വരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് രണ്ടാമത്തേലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ സെക്ഷനിൽ എക്സ്പ്ലെയിൻ ദ വേരിയസ് കൺസ്യൂമർ ഡിസ്പ്യൂട്ട് റിഡ്രസൽ ഏജൻസീസ് എസ്റ്റാബ്ലിഷ്ഡ് അണ്ടർ ദ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986. 1986 പ്രകാരം ഏതൊക്കെയാണ് കൺസ്യൂമർ ഡിസ്പ്യൂട്ട് റിഡ്രസൽ ഏജൻസീസ്. അത് ശരിക്കും ഒരു 3 ടയർ സിസ്റ്റമാണ്. അതെന്താണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുക. ലാസ്റ്റ് നാഷൻ വൈഡ് ആയിട്ട് വരുന്നത്, നാഷണൽ ലെവലിൽ വരുന്നത്, സ്റ്റേറ്റ് ലെവലിൽ വരുന്നത്, ഡിസ്ട്രിക്ട് ലെവലിൽ വരുന്നത്. ഇനി നെക്സ്റ്റ് 17ാമത്തെ ക്വസ്റ്റ്യനിൽ ഡിഫൈൻ കൺസിഡറേഷൻ. എന്താണ് കൺസിഡറേഷൻ, വാട്ട് ആർ ദ വേരിയസ് എസെൻഷ്യൽസ് ഓഫ് എ വാലിഡ് കൺസിഡറേഷൻ. നല്ലൊരു വാലിഡ് ആയിട്ടുള്ള കൺസിഡറേഷൻ്റെ എസെൻഷ്യൽസ് എന്തൊക്കെയാണ്. 18ാമത്തെ ക്വസ്റ്റ്യനിൽ ഡിസ്റ്റിങ്ക്വിഷ് ബിറ്റ്വീൻ കണ്ടിജൻറ്റ് കോൺട്രാക്റ്റ് ആൻഡ് വേഗറിംഗ് എഗ്രിമെൻറ്റ്. വേഗറിംഗ് എഗ്രിമെൻറ്റും കണ്ടിജൻറ്റ് കോൺട്രാക്റ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളത്. 19ാമത്തെ ക്വസ്റ്റ്യനിൽ പറയുന്നു വാട്ട് ഡസ് ദ ഫ്രേസ് നെമോ ഡാറ്റ് കോഡ് നോൺ ഹാബിറ്റ് മീൻ. വാട്ട് ആർ ദ എക്സെപ്ഷൻസ് ടു ദാറ്റ് ടേം. ആ ഒരു ടേമിനുള്ള എക്സെപ്ഷൻസ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 20ാമത്തെ ക്വസ്റ്റ്യനിൽ എക്സ്പ്ലെയിൻ ദ മോഡ്സ് ഓഫ് ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്ട് ബൈ മ്യൂച്വൽ അഗ്രിമെൻറ്റ് ഓർ കൺസെൻറ്റ്. പരസ്പര സമ്മതത്തോട് കൂടിയിട്ടുള്ള ഒരു കോൺട്രാക്റ്റ് ഡിസ്ചാർജ് ചെയ്യപ്പെട്ടതായിട്ട് അല്ലെങ്കിൽ നടന്നു കഴിഞ്ഞായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ പെർഫോമൻസ് കംപ്ലീറ്റ് ആയതായിട്ടുള്ള ഇത് പറയണമെങ്കിൽ ഏതൊക്കെ തരത്തിൽ അത് ചെയ്യാമെന്നുള്ളതാണ് പറയുന്നത്.
21ാമത്തെ ക്വസ്റ്റ്യനിൽ ഡിസ്റ്റിങ്ക്വിഷ് ബിറ്റ്വീൻ ബെയിൽമെൻറ്റ് ആൻഡ് പ്ലെഡ്ജ്. എപ്പോഴും ഡിഫറൻസുകളാണ് സെക്ഷൻ ബിയിൽ ചോദിക്കുക. അപ്പോൾ ടെക്സ്റ്റിൽ വന്നിരിക്കുന്ന എല്ലാ ഡിഫറൻസും പ്രത്യേകിച്ച് ഓരോ ബോക്സുകളായി കൊടുത്തതെല്ലാം നിങ്ങൾ പഠിച്ചു വയ്ക്കുക. 22ാമത്തെ ക്വസ്റ്റ്യനിൽ വാട്ട് ഈസ് മെൻറ്റ് ബൈ ഫ്രീ കൺസെൻറ്റ്, എന്താണ് ഫ്രീ കൺസെൻറ്റ്? വെൻ ഈസ് കൺസെൻറ്റ് നോട്ട് ഫ്രീ, എന്താണ് ഫ്രീ കൺസെൻറ്റ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ എപ്പോഴാണ് ആ കൺസെൻറ്റ് ഫ്രീ അല്ലാത്തത്, ഏതൊക്കെ സാഹചര്യത്തിലാണ് ആ കൺസെൻറ്റ് ഫ്രീ അല്ലാത്ത എപ്പോഴാണ്? അത് എന്താണ് കൊയേഷൻ ഉണ്ടാകുമ്പോഴോ ത്രെറ്റ് ഉണ്ടാകുമ്പോഴോ അൺഡ്യൂ ഇൻഫ്ലുവൻസ് ഉണ്ടാകുമ്പോഴോ അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യങ്ങൾ വരുമ്പോഴാണ് അത് ഫ്രീ കൺസെൻറ്റ് ആവാതിരിക്കുന്നത്. ആൻഡ് വാട്ട് ആർ ദ വേരിയസ് കൈൻഡ്സ് ഓഫ് ബെയിൽമെൻറ്റ്, ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബെയിൽമെൻറ്റുകൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സെക്ഷൻ സിയിലേക്ക് പോവുകയാണെങ്കിൽ വാട്ട് ഡു യു മീൻ ബൈ ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ്, എസ്സേ ക്വസ്റ്റ്യൻ. എന്താണ് കോൺട്രാക്റ്റ് ബ്രീച്ച് ചെയ്യുക, കരാർ ലംഘിക്കുക എന്നുള്ളതാണ് പറയുന്നത്. അതിൻ്റെ റെമഡീസ്, അങ്ങനെ ഏതെങ്കിലും തരത്തിലൊരു കരാർ ബ്രീച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള പരിഹാരങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. 25ാമത്തെ ക്വസ്റ്റ്യനിൽ ഹു ഈസ് ആൻ ഏജൻറ്റ്, വാട്ട് ആർ ദ ഡ്യൂട്ടീസ് ആൻഡ് റൈറ്റ്സ് ഓഫ് എൻ ഏജൻറ്റ്, ആരെയാണ് ഏജൻറ്റ് എന്ന് പറയുന്നത്, ഒരു ഏജൻറ്റിൻ്റെ റൈറ്റ്സും ഡ്യൂട്ടീസും എന്തൊക്കെയാണ്. ആൻഡ് വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ കോമ്പറ്റീഷൻ ആക്ട് 2002, ഓൾസോ എക്സ്പ്ലെയിൻ വേരിയസ് കോമ്പണൻസ് ഓർ എലമെൻറ്റ്സ് ഓഫ് ദ കോമ്പറ്റീഷൻ ആക്ട്. അപ്പോൾ കോമ്പറ്റീഷൻ ആക്ടിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്താണെന്നുള്ളതും അതിൻ്റെ വേരിയസ് കോമ്പോണൻസ് അല്ലെങ്കിൽ എലമെൻറ്റ്സ് എന്തൊക്കെയാണെന്നാണ് ചോദിക്കുക. അപ്പോൾ 3 എസ്സേ ക്വസ്റ്റ്യനും ഓൾമോസ്റ്റ് സിമ്പിൾ തന്നെയാണ്. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി എല്ലാവർക്കും എഴുതാൻ പറ്റുക ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റും ഏജൻറ്റും ഒക്കെ ആയിരിക്കും. എന്നിരുന്നാലും ഈ 3 ക്വസ്റ്റ്യൻസ് എസ്സേ ക്വസ്റ്റ്യൻ നന്നായിട്ട് പഠിക്കുക. 3 മാത്രമല്ല, ഓരോ ക്വസ്റ്റ്യൻ പേപ്പറും ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യം, നിങ്ങൾക്ക് 4 ക്വസ്റ്റ്യൻ പേപ്പർ ഇപ്പോൾ അവൈലബിൾ ആണ്. ആ 4 ക്വസ്റ്റ്യൻ പേപ്പറിലെയും ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഓരോന്ന് എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതും. അല്ലെങ്കിൽ ആ ചോദിച്ച പോയിന്റിനോട് തൊട്ടടുത്ത പോയിന്റാണ് ആയിരിക്കും അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ടാവുക. അതിൻ്റെ അടുത്ത പോയിന്റ് ഉണ്ടെങ്കിൽ അടുത്തേക്ക് വന്നിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ അതിനോട് തൊട്ട് അപ്പുറവും ഇപ്പുറമുള്ള കുറച്ച് പോയിന്റുകളെങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ എക്സാം എഴുതാൻ സാധിക്കും. നിങ്ങൾക്ക് തന്നെ അത് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും എങ്ങനെയാണ് ആ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ വന്നിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ബിസിനസ് റെഗുലേഷൻ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറും കൂടി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബാക്കി BNMഉം PBSഉം എത്രയും പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇത് അറിയാത്ത ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് പറഞ്ഞു കൊടുക്കുക, ഷെയർ ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് നമ്മുടെ ചാനലിൽ പോവുക, അതിൽ പ്ലേലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഓരോ ഹെഡിങ് വൈസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് സെമ്മാണ് ഏത് സബ്ജക്റ്റാണെന്നൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ സബ്ജക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന എത്ര വീഡിയോസ് ഉണ്ടോ അതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് തന്നെ കാണാൻ പറ്റും. അപ്പോൾ ആ വീഡിയോസിൽ തന്നെയാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. എല്ലാം വിശദമായി തന്നെ നിങ്ങൾക്ക് തമ്പനയിൽ നോക്കിയാലും കാണാൻ പറ്റും, അല്ലെങ്കിൽ എൻ്റെ ഇൻഫർമേഷനിലും ഡിസ്ക്രിപ്ഷനിലും കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് എല്ലാവരോടും ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ മാക്സിമം വീഡിയോസ് കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരെ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക്